ഞാനിന്ന് പറയാൻ പോകുന്നത് അനീഷിനെ കുറിച്ചാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കുറേ കാര്യങ്ങൾ നടന്നു. ലാലേട്ടൻ വന്ന് ചോദിച്ചു, അനീഷിനോട് ചോദിച്ചു, മറ്റുള്ള എല്ലാവരോടും ചോദിച്ച്, എല്ലാവരും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് അതൊന്നുമല്ല. യൂട്യൂബിലാണെങ്കിൽ പലരും കൂടുതലും അനുവിൻ്റെ PR ആണ്. അനീഷിനെ അങ്ങ് മോശമായി അങ്ങ് ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. അത്രയും മോശം ചിത്രീകരിക്കുക എന്താ അനുവാണ്. കാരണം ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ അനുവിനോടൊരു ഇഷ്ടം തോന്നിയിരുന്നു, മനസ്സിൽ ക്രഷ് ഒരു തോന്നിയിരുന്നു എന്ന് പുള്ളി പറഞ്ഞു. ആ പറഞ്ഞപ്പം മുതൽ അതിനു മുമ്പ് തൊട്ടേ അനു പിന്നെ പുള്ളിയോട് അങ്ങ് ഭയങ്കരമായി അടുപ്പം കാണിക്കുകയും പ്രേമം കാണിക്കുകയും ചായ കൊണ്ട് കൊടുക്കുന്നു, പാൽ കൊണ്ട് കൊടുക്കുന്നു, കിട്ടുന്ന ആഹാരത്തിൻ്റെ പകുതി കൊടുക്കുന്നു. പിന്നെ അതിൽ നൂറുപേർ പിണങ്ങിയപ്പം മനീഷിനൊപ്പം പോയിരുന്ന് ചിരിയും തമാശയും കളിയും കൂടുതൽ മടുക്കാൻ ശ്രമിച്ച്. അതിനു മുമ്പ് പിന്നെ ഒരു പില്ലോ ഐ ലവ് യു എന്ന് എഴുതിയ പില്ലോ കൊടുത്തിട്ട് തിരിച്ചു നോക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഐ ലവ് യു. അതിനു മുമ്പാണെങ്കിൽ ഹാർട്ടിൻ്റെ ചിഹ്നം ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിക്കുന്നു, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ പല ലവ് ചിഹ്നങ്ങളും കാണിച്ച് അങ്ങനെ പുള്ളിയെ എന്ന് വെച്ചാൽ ഇവിടെ അനീഷ് കയറിയപ്പോൾ അനീഷിൻ്റെ ഹൃദയം പാറ പോലെ ഉറച്ചത് സ്ത്രീവിരോധിയുമായിരുന്നു. പിന്നെ ഷാനവാസ് കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി. പിന്നെ ഈ അനു മുഖാന്തരം അനു എന്നും പോയി മുഖത്ത് ഇങ്ങനെ ക്രീം ഇട്ട് തേച്ച് അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ പിന്നെ അടുത്തടുത്ത ബെഡിലാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെ അനീഷ് തെറ്റിദ്ധരിച്ച്. കാരണം ഇതൊക്കെ നടികളല്ലേ, അവരിങ്ങനെ പ്രേമം അഭിനയിച്ച് കാണിച്ചു. അവർക്ക് ഒരു ഗെയിമായിരുന്നു, ലവ് ട്രാക്ക് പിടിച്ചൊരു ഗെയിം കളിച്ച്. ബിഗ് ബോസിൻ്റെ ഓരോ ടൈമിലും അനു ഓരോ ഗെയിം പ്ലാനാണ്. ഇപ്പം ലാസ്റ്റ് വന്നപ്പോൾ ഒരു ലവ് ട്രാക്ക് പിടിച്ചൊരു ഗെയിം, അത് അനുവിൻ്റെ ഗെയിമായിരുന്നു. പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരൻ ഈ മനുഷ്യന് അത് ഗെയിമാണെന്ന് മനസ്സിലാവാതെ അനുവിന് തന്നോട് സ്നേഹവും പ്രേമവുമാണെന്ന് മനസ്സിലായിക്കൊണ്ട് എങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞു പോയി. ഇതിനങ്ങിട്ടങ്ങ് അലക്കുക യൂട്യൂബേഴ്സ്. അനീഷ് അങ്ങനെയാണ്, അനീഷ് എന്ത് ഇപ്പം അവൾ കുറേ അങ്ങോട്ട് പ്രേമം കാണിച്ചാൽ ഇവൻ എങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്. അത് അങ്ങനെ ചോദിച്ച കാര്യമായി. അതുകൊണ്ട് അവളുടെ പ്രേമനാടകമൊക്കെ നിർത്താൻ പറ്റിയില്ലേ, മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്യാതെ. ഇല്ലെങ്കിൽ ഒരാഴ്ച ഉൾപ്പെടുന്ന പ്രേമനാടകം അഭിനയിച്ചത് അയാളുടെ ഹൃദയം കീറി മുറിച്ചത്. അതിനേക്കാൾ നല്ലത് അവിടെ വെച്ച് നിർത്താൻ പറ്റിയതുകൊണ്ട്. അല്ലാതെ എനിക്ക് അവൾക്ക് താല്പര്യമില്ല, അവൾ അത് ഒഴിഞ്ഞു മാറി. ശരി, സമ്മതിച്ചൊരു കുഴപ്പമില്ല, ഇഷ്ടം തോന്നി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ പുള്ളി ഒരു സാധാരണക്കാരാണ്, പുള്ളി ഒരു സെലിബ്രിറ്റിയാണ്. ചിലപ്പോൾ അവർ തമ്മിലുള്ള ലൈഫ് ശരിയാവത്തില്ല. പക്ഷേ പുള്ളി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇഷ്ടംപോലെ സ്വത്ത് മുതലും കാറും ഇരുനില വീടും പുരയിടങ്ങളും എല്ലാം ഉള്ള ആളാണ്. കൃഷിയിടങ്ങളെല്ലാം ഉള്ള ആളാണ്. അവർ വീട്ടിൽ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ വടക്കംപുള്ളി നെല്ല് ഉൾപ്പെടെ അവർ വീട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവർ വീട്ടിൽ വീട്ടിൽ അവരുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് വീട്ടിലേക്ക് എടുക്കുന്നത്. പുറത്തുനിന്ന് ഒരു സാധനങ്ങൾ വാങ്ങണ്ടാത്ത രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുള്ള വീടാണ് അവരുടെ വീട്. എങ്കിൽ പറയും അല്ല ഡൈവോഴ്സാണ്. ശരി, ഡിവോഴ്സ് ആയതിന് കാരണം എന്താ? ഒരു പോലീസുകാരൻ്റെ മോളെ കല്യാണം കഴിച്ചത്. അവർ വേറൊരു സകൃത്തിയൊരു പണക്കാരൻ്റെ മോളായിരുന്നു. പക്ഷെ ഇവരുടെ വീട്ടിൽ ഒരു കാർഷിക കുടുംബത്തിലായി. ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ഇവരുടെ വീടുമായിട്ട് പൊരുത്തപ്പെട്ടം പോകാതെ വന്നപ്പോൾ അവർ കളഞ്ഞിട്ട് പോയി ഡൈവേഴ്സായും ചെയ്ത്. അല്ലാതെ അനീഷിൻ്റെ കുറ്റമല്ല. അനീഷ് വളരെ, നമ്മൾ കണ്ടില്ലേ ഈ 100 ദിവസം, വളരെ നല്ലൊരു മനുഷ്യൻ. ഒരാളെ കുറ്റപ്പെടുത്തില്ല, ഒരാളെ ആക്ഷേപിച്ചില്ല, ഒരാളെയും വ്യക്തിഹത്യ ചെയ്തില്ല, ഒരു രീതിയിലും ഒരു മോഷണമോ കള്ള ചെയ്തില്ല, ആർക്കും ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്തില്ല. പക്ഷെ ചില വാക്കുകൾ പുള്ളി റിപ്പീറ്റ് ചെയ്ത് പറയും. എന്നല്ലാതെ നല്ല വ്യക്തിത്വമുള്ള നല്ലൊരു വ്യക്തിയാണ്. അയാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇനി തിരക്കഥ എഴുതുമെന്ന് പറയുന്നത്. ബിഗ് ബോസിൽ വന്ന് പിന്നെ ഏതോ ഒരു TV ചാനലിലും കണ്ട് അവതാരകനായിട്ട് പോയിട്ടുണ്ട്. പുള്ളിക്ക് ഒക്കുന്നതിന് അപ്പുറമുള്ള കഴിവുകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 50 ഷീറ്റൊക്കെ ഒരു ദിവസം അടിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുമായിരുന്നു. വീട്ടിൽ അച്ഛനെ നോക്കുന്ന പുള്ളിയാണ്, അമ്മയെ നോക്കുന്ന, അനിയൻ നല്ലൊരു ക്രിക്കറ്ററാണ്. അങ്ങനെയൊക്കെ പുള്ളിക്ക് ഒരു ഇഷ്ടം തോന്നി പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. എന്തിനു നീ ഇത്രയും ഈ യൂട്യൂബിലിട്ട് അലക്കി ഇയാളെ ആക്ഷേപിച്ച് നാണം കെടുത്തി ഇയാളെ വോട്ടിംഗ് കുറയ്ക്കുന്നത്? എന്തായാലും ടോപ്പ് 5 വരാൻ അല്ലെങ്കിൽ ഈ കപ്പ് നേടാൻ ഏറ്റവും യോഗ്യതയുള്ളത് അവിടെ ഈ അനീഷനാണ്. സാധാരണക്കാരനായ കപ്പ് നേടുന്ന ആദ്യത്തെ ആളായിരിക്കണം. അദ്ദേഹം തന്നെ കപ്പ് നേടാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.